കഴിഞ്ഞ 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ, ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഞാൻ നിൽക്കുന്നുണ്ടാവും. എനിക്കുള്ള ചീത്തവിളി ഇത്തിരി കൂടുതലാണ്. ഞാനത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിക്കാം. അതില് PR എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നതാണ്. ഞാനത് കൃത്യമായിട്ട് ആ പേരടക്കം ഞാൻ ഇവിടെ പറയാം. അതിന് പല കാരണം കാണും. ഞാൻ മുന്നേ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സട്ടയർ കാണും. ആ പൊളിറ്റിക്കൽ അന്നോട്ട് എനിക്കറിയാം, അന്നോട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും താഴെ കമന്റുകൾ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു വൺ സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് നമ്മളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ന്യൂസ് കൊടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു ഡീഫോർമേഷൻ ഫയൽ ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ആളുകളുടെ മുന്നിൽ ട്രസ്റ്റ് തിരിച്ചു തരും. മാളികപ്പുറത്തിന്റെ പിന്നെ സമുദ്രങ്ങളുടെ അവസ്ഥ റൈറ്റർ എന്ന രീതി ഞാൻ പറഞ്ഞാണ് ഈ സിനിമയെ സംഭവിച്ചെങ്കിൽ ഇതാണ്. മുരളിച്ചേട്ടൻ, ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, മുരളിച്ചേട്ടൻ നിങ്ങൾ ഇത് കണക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അദ്ദേഹം കണക്ക് നോക്കാൻ വന്നാലും അദ്ദേഹത്തിന് ചില സമയത്ത് പെട്ടെന്ന് ഈ വെട്ടുവാദം പിടിച്ച ഒരു സ്വഭാവമുണ്ട്. അത് പക്ഷേ ഈ വെള്ളം സിനിമയുടെ കഥ കൊണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് വിട്രോൾ സിൻഡത്തിന്റെ ആവാം, പെട്ടെന്ന് വയലന്റ് ആവും. നമ്മൾ പറയുന്നത് കേൾക്കാൻ തീരുന്നില്ല, വയലന്റ് ആവും. ഞാൻ എത്രയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പോലും പേടിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളോട് നമ്മൾ കണക്കി വയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് നമ്മുടെ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകും. അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുള്ളി മീറ്റിങ്ങിന് വന്ന അവിടെ സ്ഥലങ്ങളിലെ CCTV ക്യാമറ നോക്കിയാൽ മതി. പുള്ളി ചാടിത്തുള്ളി ഇറങ്ങി പോകുന്നതും വണ്ടിയെ പോയി ബോണറ്റിൽ അടിക്കുന്ന ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ബേസിക് പ്രശ്നം, ആദ്യത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, മൂന്നാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2 സിനിമയിൽ നഷ്ടം ഒരാൾക്ക് 3-ാം സിനിമ കുറച്ച് വിജിലന്റ് ആവില്ലേ. മിനിമം കോമൺ സെൻസിൽ ഒരു കഥ തെരഞ്ഞെടുത്ത് ഈ പടം ഓടും, ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ചെയ്യില്ലേ. കൃത്യമായ ഓഡിറ്റിംഗ് പോലും തരാതെ, കൃത്യമായ ബഡ്ജറ്റ് പോലും തരാതെ ഒരു വീഡിയോ ഇട്ട് പറയുകയാണ് ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങൾ കള്ളന്മാരാണ്. അത് ഏറ്റെടുക്കാൻ കുറെ മീഡിയാസ്